വിജയുടെ മന്ത്രിസഭാ വികസനം ഉടൻ സർക്കാരിന്റെ ഭാഗമാകാൻ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിരിക്കുന്നു വിജയ്. ഒരു മന്ത്രിസ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം. കോൺഗ്രസിൽ 2 മന്ത്രിസ്ഥാനവും BCKയ്ക്ക് ഒരെണ്ണവും നൽകും. അതേസമയം TVKയുമായി ഉടക്കി CPIM. TVK സർക്കാരിനുള്ള പിന്തുണ പുനരാലോചിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM നീങ്ങുന്നു. AIDMK വിമതരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുത് എന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഒരു ഘട്ടത്തിൽ BJPക്കെതിരായ നിലപാട് എന്ന ഒരു നിലപാടോടുകൂടിയാണ് CPM അടക്കം ഇപ്പോൾ വിജയ്ക്ക് പിന്തുണ നൽകിയത്. ഇപ്പോൾ CPM ഒരു പുനരാലോചന നടത്തുകയാണോ? അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ ചേരാൻ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു വിജയ്. വളരെ പ്രധാനപ്പെട്ട 2 നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് CPMന്റെ അടക്കം പിന്തുണ ലഭിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ആ പിന്തുണയിൽ തങ്ങൾ പുനരാലോചന നടത്താൻ പോവുകയാണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം മന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകുമെന്ന നിലയിലുള്ള ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ AIDMKയിലെ ഒരു വിഭാഗം ആളുകൾ ഫ്ലോർ ടെസ്റ്റിനിടെ ഈ സഭയിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കാനുള്ള നീക്കത്തിൽ വിജയെ പിന്തുണച്ചിരുന്നു. വിപ്പ് ലംഘിച്ചാണ്, നിർദ്ദേശം ലംഘിച്ചാണ്, എടപ്പാടി പളനിസ്വാമിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് ഒരു വിഭാഗം വിമത സംഘമായി ഈ രൂപത്തിൽ പിന്തുണ നൽകുകയും ചെയ്തത്. അവരെ മന്ത്രിസഭയിൽ ചിലരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന നിലയിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ആ രൂപത്തിൽ AIDMK MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾക്ക് പിന്തുണയിൽ പുനരാലോചിക്കേണ്ടി വരും എന്നാണ് CPM ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് ഒരു വശത്ത്. മറുവശത്താകട്ടെ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് കൂടി മന്ത്രിസഭയിൽ വേണം, സർക്കാരിന്റെ ഭാഗമാകണം എന്ന് ജോസഫ് വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനം ലീഗിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വിജയ് മന്ത്രിസഭയിൽ എന്നുള്ളതാണ്. കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ നൽകും, VCKയ്ക്ക് ഒരെണ്ണവും നൽകാം എന്നുള്ളതാണ് അറിയിപ്പ്. ഉടനെ തന്നെ വിജയുടെ മന്ത്രിസഭാ വികസനം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. സ്മൃതി, ശരി. തമിഴ്നാട് സർക്കാരിലെ പുതിയ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളാണ് അതിൽ പാലോട് നൽകിയത്.